അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. സൂറത്തു നൂറിൽ അല്ലാഹു അലാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അൻ യഗ്ഫിറല്ലാഹു ലക്കും. എന്താ യഗ്ഫിറല്ലാഹു ലക്കും? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിക്കുകയാണ്. ആരുടെ വിഷയത്തിലാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ് അല്ലേ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അമ്മായിൻ്റെ മകൻ മിസ്താഹിനോട് അനിഷ്ടമുള്ളവനായി. മിസ്താഹിന് ഇനി ഞാൻ പിന്നെ ചെലവിന് കൊടുക്കില്ല നട്ടത് ചെയ്തു. മിസ്താഹിൻ്റെ വിഷയത്തിൽ അതെ, മിസ്താഹിൻ്റെ നിന്ന് വലിയൊരു അപരാധം വന്നത്, തെറ്റാണ് വന്നത്. അപ്പോൾ മിസ്താഹിനോട് ദേഷ്യപ്പെട്ടു അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് സംസാരിച്ചു. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു പുറത്തു തരണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പുറത്തു കൊടുക്കണം. അങ്ങനെ അപ്പോൾ ബല എന്ന് പറഞ്ഞാൽ അബൂബക്കർ സമ്മതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മിസ്താഹിനുള്ള ചെലവിനൊടുക്കലൊക്കെ അദ്ദേഹം പുനരാരംഭിക്കുകയാണ് ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ സദസ്സിൽ എപ്പോഴും ഈ ഖുറാകളായിരിക്കും. ഖുറാ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ. അതാണ് വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ പണ്ഡിതരായിരിക്കും. കുഹൂലൻ കാനു ഔ ശുബ്ബാന എന്നാണ്. യുവാക്കളായാലും മധ്യവയസ്കരായാലും ഉമറിനോടൊപ്പം എപ്പോഴും ഈ ഖുർആൻ പഠിതാക്കളായിരുന്നു ഉണ്ടായിരുന്നത്, പണ്ഡിതന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഫസാരികൾ, ബനു ഫസാറ ഗോത്രത്തിലെ കുറച്ച് ആളുകൾ മദീനയിൽ വന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉയൈന ഇബ്നു ഹിസൻ ഉണ്ട്, അതേപോലെ അൽ ഹുർ ബിൻ ഖൈസ് അൽ ഫസാരി ഉണ്ട്, പിന്നെ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇവർ ഗ്രാമീണരാണ്, നാടന്മാരാണ്, ഫസാറ ഗോത്രത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഇങ്ങോട്ട് ഉമറിൻ്റെ അടുക്കലേക്ക് എത്താൻ പറ്റണില്ല ഇവർക്ക്. കാരണം അവിടെയൊക്കെ ആരാണ്? ഇവർ ഈ ഖുറാകളാണുള്ളത്, ഖുർആൻ പഠിതാക്കളാണുള്ളത്. ഉമറിനാണെങ്കിൽ അവരെയാണ് തൻ്റെ അടുത്ത് നിർത്തുക അവർ. അപ്പോൾ ഉയൈന ഇബ്നു ഹിസ്ന് മൂപ്പർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ മൂപ്പർ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസാണ് ഇത് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു അബ്ബാസ് പറയാണ്, ഉയൈന പറയാണ് ഹുറിനോട്, ഇസ്തഅ്ദിൻ എന്താ അമീർ അൽ മുഅ്മിനീൻ, അമീർ മുഅ്മിനോട് ഒന്ന് അനുവാദം ചോദിക്കുകയും ഒന്നാണ്ട് അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ തിരക്കിയിട്ട് ഹുർ ബിൻ ഖൈസ് അൽ ഫസാരി ഉമറിൻ്റെ അടുത്തേക്ക് വന്ന് എന്നിട്ട് പറഞ്ഞ്, ഇങ്ങനെ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ ഉയൈന ഇബ്നു ഹിസ്ൻ, അദ്ദേഹം ഫസാറ ഗോത്രത്തിൻ്റെ നേതാവും കൂടിയാണ്, നിങ്ങളോട് അനുവാദം ചോദിക്കണ്ടോ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമർ പറഞ്ഞെന്നാൽ വരാൻ പറയാറുണ്ട്. അപ്പോൾ അയാൾ വന്ന്, ഈ അറാബികളാണ്, അയാൾ വന്നിട്ട് ഉമറിനോട് പറയുന്നത്, യാ അമീറൽ മുഅ്മിനീൻ ഇന്നക ലാ തുഅ്തീനൽ ജസൽ വലാ തഹ്കും ബൈനനാ ബിൽ അദ്ൽ. എന്താണ് പറയുന്നത്? യാ അമീറൽ മുഅ്മിനീൻ ഇന്നക ലാ തുഅ്തീനൽ ജസൽ, താങ്കൾ ഞങ്ങൾക്ക് ജസൽ തരുന്നില്ല. ജസൽ എന്നുണ്ടെങ്കിൽ പാരിതോഷികമൊന്നും തരുന്നില്ല. വലാ തഹ്കും ബൈനനാ ബിൽ അദ്ൽ, ഞങ്ങൾക്കിടയിൽ നിങ്ങൾ നീതിപൂർവ്വം വിധിക്കണമില്ല. ആദ്യമായിട്ട് കണ്ടിട്ടൊരു മനുഷ്യൻ പറയാണ്, ഞങ്ങൾക്കൊന്നും തരുന്നില്ല, നീതിപൂർവ്വം ഞങ്ങൾക്കിടയിൽ വിധിയും കൽപ്പിക്കണില്ല നിങ്ങൾ. അപ്പോൾ ഉമർ റളിയല്ലാഹു തആലന് ദേഷ്യപ്പെട്ട്, മാത്രമല്ല ഉമർ റളിയല്ലാഹുവിന് ആ ശൈലിയിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ച് ഫഹമ്മ ബിഹി എന്നാണ്. അപ്പോൾ ഉടനെ ഇബ്നു അബ്ബാസ് പറയാണ്, എനിക്കൊണ്ടത് ഹുർ ബിൻ ഖൈസ് തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅറിദ് അനിൽ ജാഹിലീൻ. ഇത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്, സൂറത്ത് അറാഫിൽ. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅറിദ് അനിൽ ജാഹിലീൻ. വിട്ടുവീഴ്ച സ്വീകരിക്കണം, നന്മ പറഞ്ഞു കൊടുക്കണം. പിന്നെ വഅറിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളാണ് പെട്ട ആളാണ്, വിവരല്ല. അതുകൊണ്ട് പിന്നെ നല്ല നിലക്ക് മാന്യമായി ശിക്ഷയൊന്നും കൊടുക്കാതെ വിടണം, വാരിദാന ജാഹിലീൻ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ സംഭവം ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് പറയുന്നത്, കാന വഖാഫൻ ഇൻദ കിതാബില്ല എന്നാണ്. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ആയത്ത് കേട്ടാൽ കാന വഖാഫ് എന്നാണ്. ഉമർ അവിടെ നിൽക്കും, പിന്നെ മുപ്പരെന്ത് ചെയ്യില്ല, ഉമർ അള്ളാനും പിന്നെ അതിന് അണളവ് മുന്നോട്ട് പോകില്ല. ഈ ആയത്ത് കേട്ടതോടുകൂടി ഉമർ പിന്നെ തണുത്തു എന്നാണ്. പിന്നെ ഉയൈനക്ക് പിന്നെ മാപ്പ് കൊടുത്തു എന്നുള്ളതാണ്. പറഞ്ഞതെന്താ വെച്ചാൽ, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഈ മാപ്പ് ലഭിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് ചെയ്തിരുന്നു? ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അവരൊക്കെ എത്രമാത്രം ഒരു ദേഷ്യത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു ശത്രുതാ മനോഭാവത്തിൻ്റെ അവസ്ഥയിലായിരുന്നെങ്കിലും മാപ്പ് കൊടുക്കാൻ അവർ ഒരുക്കായിരുന്നു. കാരണം അള്ളാഹുവിൻ്റെ മാപ്പിനെ പ്രതീക്ഷിച്ചിട്ട്, കാരണം അള്ളാഹു അപ്പോഴാണ് അള്ളാഹുവിൻ്റെ മാപ്പ് തരിക എന്നുള്ളതാണ്. എത്ര വലിയ മഹാനാണെങ്കിലും അള്ളാഹുവിൻ്റെ അഫ്വ്,
അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് അർഹമായിട്ടുള്ള വ്യക്തികളായിരിക്കും മാസൂമല്ലാത്ത സ്ഥിതിക്ക് ആളുകളൊക്കെയും.